ഗൈസ്, അപ്പോൾ നമ്മൾ 2 പപ്പടം എടുത്തുണ്ട്. മൂന്ന് പപ്പടം 3 പിന്നെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പപ്പടങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. ടൊമാറ്റോ സോസ് ഉണ്ട്. ഇത് പപ്പടം ഇല്ലാതുണ്ട്. മിഠായി അച്ഛൻ നമ്മൾ വന്നപ്പോൾ ചിപ്സ് കൊടുന്നില്ല. ആ ചിപ്സ് നമ്മളിപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞു. ഇതിൽ മത്സരമാണ്. ശർക്കരയൊക്കെ ഉണ്ട്. സാമ്പാർ. നമ്മൾ സൂം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം നോക്കാൻ പോവാണ്. ഇവിടെ നോക്കുക ഗൈസ്, അതാണ് ലൈസ്. ഇതാണ് ലൈസ്. നമ്മൾ വേറെ അടുത്തേക്ക് പോവാണ്. സ്നാക്സ് അല്ല, നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോയി വന്നു. അപ്പോൾ ചിപ്സ് എടുത്തിട്ടുണ്ട്. ചിപ്സ് എടുത്തിട്ടില്ല. ഈ ചിപ്സ് വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 എടുക്കുന്നുണ്ട്. 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പപ്പടം. എത്ര പപ്പടമാണെന്ന് 3 പപ്പടം എടുത്തിട്ടുണ്ട്. 3 പപ്പടം, പിന്നെ ഈ ഒരു സാധനം, പിന്നെ ചിപ്സ്. ഇത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. നോക്ക് ഗൈസ്, യൂണിക്കോണിൻ്റെ സാധനം കേട്ടോ. യൂണിക്കോണിൻ്റെ മാഷ്മെലോൺ കണ്ടില്ലേ? ഇത് അവിടെ ഒരെണ്ണുണ്ട്, കണ്ടില്ലേ? ഇവിടത്തെയൊക്കെ നല്ല റേറ്റാണ്. അത് കാരണം നമ്മൾ മിഠായി മേടിക്കും. പിന്നെ ഈ ഒരു സേമിയൻ്റെ ഈ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഉരുട്ടുവണ്ടി പോയിക്കോട്ടെ. അടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അവിടേക്ക് പോകുമ്പോൾ തന്നെ കാണാൻ നല്ല ജംസ് മിഠായും ആ മിഠായും എല്ലാതും ഉണ്ട്. പിന്നെ ലൈസും അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ മേടിക്കുന്നത് എന്താണ്? ചിപ്സ്. അതൊന്നുമില്ലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ട് മിഠായി ഓറിയോൻ്റെ വലിയ പാക്കറ്റ്. കൊക്കക്കോള ആരും മേടിക്കാൻ പാടില്ല, അത് ബാഡ് സാധനമാണ്. ഓ, അപ്പോൾ ഞാൻ പൊന്തിച്ച് കുടിക്കല്ലേ. ഇല്ല, ജ്യൂസ് നല്ല രസമുള്ള. നമ്മളിനി എന്താണ് വെജിറ്റബിൾസ് മേടിക്കാനായിരിക്കും പോകുന്നത് ചിലപ്പോൾ കേട്ടോ. വെജിറ്റബിൾസ് ആണോ? ഇതാ വെജിറ്റബിൾസ്.
കണ്ടില്ലേ ഇതിലൊക്കെ കണ്ടില്ലേ ഓറഞ്ച്, ചെറിയ ഓറഞ്ച്, വലിയ ഓറഞ്ച്, നാരങ്ങ, ലെമൺ, പിന്നെ ഓറഞ്ച് ഇവിടെയൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൂട്ട്സിൽ ഒന്നും മേടിച്ചിട്ട് ബീട്രൂട്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ സൈനിട്ട് എല്ലാതും കൊണ്ടു വരും കേട്ടോ. നമ്മളിൻ്റെ ഇത് തീർന്നു തോന്നുന്നു. മിഠായിയൊക്കെ മേടിക്കുന്നു വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ മിഠായി മേടിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ പൂവാണ് എവിടേക്ക് പൂവല്ലേ കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഉരുട്ടുവണ്ടി ഇതാണ് കേട്ടോ നമ്മളുടെ ഉരുട്ടുവണ്ടി. ഇങ്ങനത്തെ ഉരുട്ടുവണ്ടിനെ കൊണ്ട് നമ്മൾ ഉരുട്ടിക്കൊണ്ട് അതാ ഈ സാധനവും ഇതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും പിന്നെ വെള്ളരിക്കും ഉരുളക്കിഴങ്ങ് നമ്മൾ മേടിക്കുന്നില്ല. കൈപ്പങ്ങ അതാ ഈ ചെറുതാ. ഇങ്ങനത്തെ ചെറുതാണ് അമ്മയ്ക്ക് വേണം. ഇങ്ങനത്തെ ചെറുത് കൈപ്പങ്ങ ഉണ്ടാവുമോ? ആ കൈപ്പങ്ങ അതായിരുന്നു കേട്ടോ. കൈപ്പങ്ങ ഉണ്ട്. നമ്മൾ കൈപ്പങ്ങ നെല്ലിക്ക അതൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ബീൻസ് ഏതാന്ന് അറിഞ്ഞൂടാ. ഞോഞ്ഞി പോലത്തെ ഒരു സാധനം കാണാൻ ഉള്ളിയാണ്. ഞോഞ്ഞി പോലത്തെ ഒരു ഉരുളക്കിഴങ്ങ് മേടിക്കണ്ട് കേട്ടോ. നമ്മള് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം. ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മൾ അവിടേക്ക് നോക്കും. ഇതൊക്കെ പച്ചക്കറികൾ സെക്ഷനാണ്. പച്ചക്കറി തന്നെ മേടിക്കും. ഫ്രൂട്ട്സ് സെക്ഷൻ നോക്ക്. അവിടുത്തെ പഴം കണ്ടില്ലേ, നല്ല തിളങ്ങ് നല്ല രസമാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് അടുത്ത സെക്ഷൻ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമാണോ എല്ലോന്ന് അറിഞ്ഞൂടും. ആണ് കണ്ടില്ലേ, ഇതായിരിക്കുന്നു ഐസ്ക്രീം. അയ്യോ ഞാനിപ്പോൾ പോവാണ്. ബില്ലിടാൻ പോവാണ്. നമ്മളിനി അടുത്ത മിഠായി സെക്ഷനിലാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മൾ പൂവൊക്കെ കേട്ടോ. നോക്ക് ഗൈസ്, ഇതൊക്കെ എന്താണ് കണ്ടില്ലേ, നല്ല രസമുള്ള സാധനം. ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ചക്ക അടുത്ത സെക്ഷനിക്ക് നമ്മൾ പോവുകയാണ്. ഇതിലിപ്പോൾ എന്താ ഉള്ളത്?
ഓ തള്ളണ പിടിച്ചു വെക്കി. അപ്പം നമ്മൾ തേങ്ങ അരച്ചത് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ഫ്രഷ് ബെസ്റ്റ് ഈ സാധനം. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. വാട്ടർമെലോൺ സെക്ഷൻ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണ്? എവിടെയാണ്? അപ്പം നമ്മൾ ഉള്ളി കണ്ടില്ലേ? ഇവിടുത്തെ ഉള്ളി നല്ല രസമുള്ള ഉള്ളി. അപ്പം നമ്മൾ പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ മേടിക്കുന്നതൊക്കെ പച്ചക്കറി. നമ്മൾ ആദ്യം മേടിക്കുന്നത് പച്ചക്കറികളാണ്. കുഞ്ഞു അടി വേണം എനിക്ക്. അപ്പം നമ്മൾ വണ്ടിയിൽ കൊണ്ട് അപ്പം നമ്മൾ ഇതാണ് കേട്ടോ കുഞ്ഞു. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുക. ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോയാൽ അടങ്ങിയിരിക്കൂലേ കേട്ടോ. ഞാൻ കാരണം പറഞ്ഞിട്ടുള്ളൂ.